നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2024 ശനിയുടെ വക്രാവസ്ഥയിലുള്ള ചലനം ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൂറുകളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന പൊതുഫലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മകരക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് ഈ 3 കൂറുകളിലും വരുന്ന വിവിധ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത്, പൊതുവായ ഫലമാണ് പറയുന്നത്. അപ്പോൾ ശനി ഇപ്പം സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിൽ കൂടെയാണ്. കുംഭൻ രാശി ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമാണ്. അപ്പോൾ ഈ ശനി വക്രത്തിലാകുന്ന സമയത്ത് ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. പൂർണ്ണമായിട്ടും ശനിയുടെ ദോഷഫലം മാറ്റാനായിട്ട് ഒരു വഴിപാടിനും കഴിയില്ല, എങ്കിലും നമുക്ക് കുറച്ച് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പ്രധാന ഗ്രഹങ്ങൾ നോക്കുമ്പോൾ വ്യാഴം ഇടവത്തിലാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ ജൂലൈ 12 ഇടവൻ രാശിയിലേക്ക് കടക്കുന്നതാണ്. സൂര്യൻ ഇപ്പോൾ മിഥുനൻ രാശിയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർക്കടകൻ രാശിയിലേക്ക് കടക്കും. 16 ആകുമ്പോൾ കർക്കടകൻ രാശിയിലേക്ക് കടക്കും. ബുധനും ശുക്രനും ഇപ്പം കർക്കടക രാശിയിലാണ്. അതിൽ ബുധൻ ആദ്യം തന്നെ രാശി മാറുന്നതാണ്. കർക്കടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. അങ്ങനെ ഈ ശനിയുടെ വക്രകാലം നവംബർ വരെയുള്ള ഈ വക്രകാലത്തിനിടയിൽ 3-4 തവണ ബുധനും ശുക്രനും സൂര്യനും സ്ഥാനം മാറും. സൂര്യനും ബുധനും ശുക്രനും വളരെ അടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ രാഹു മീനൻ രാശിയിൽ കൂടെ പുറകോട്ട് സഞ്ചരിക്കുന്നു, കേതു കന്നി രാശിയിൽ കൂടെ പുറകോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഗ്രഹാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ കൂടെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ വക്ര ഫലം പറയാൻ. ശനിയുടെ വക്രം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെ പ്രധാനമാക്കിയും മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലം കൂടെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് ഈ ഫലം പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 80% ഈ പൊതുഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ആദ്യം നമുക്ക് മകരക്കൂറിൽ ഉൾപ്പെടുന്ന ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അതായത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനാണ് ശനി. രാശിനാഥൻ സഞ്ചരിക്കുന്നത് 2ാം ഭാവത്തിലാണ്, വക്രത്തിലാണ്. ഇപ്പോൾ 2ാമത്തെ ഭാവം എന്ന് പറയുന്നതും ശനിയുടെ ആധിപത്യമുള്ള രാശിയാണ്, മൂലത്രികോണ ക്ഷേത്രമായ കുംഭം. അവിടെയാണ് ശനി ഇപ്പം സഞ്ചരിക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയുടെ അവസാന ഭാഗമാണ്. എങ്കിലും ശനി രാശിനാഥനായതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകാതെ, മാരകമായ ദോഷമൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല കുംഭത്തിൽ നിൽക്കുന്ന ശനി ഒരു പരിധിവരെ അനുഗ്രഹദായകനുമാണ്. പക്ഷേ ധനഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം 2025 മാർച്ച് വരെ ഏഴരശനി കാലമാണ്. അന്നേരം ഏഴരശനി അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ശനി വക്രഗതിയിലാകുമ്പം ദുരിതം അല്പം കുറയുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ ഒരല്പം മെച്ചം ഉണ്ടാകും. പ്രൊമോഷൻ കിട്ടാം, സ്ഥലം മാറ്റം കിട്ടാം, പ്രൊമോഷനോട് കൂടിയുള്ള സ്ഥലം മാറ്റം അങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്. കാരണം ശനി ഈ ഒരു സമയത്ത് ഏഴരശനിയാണല്ലോ, ഏഴരശനിയുടെ കുറേ ഫലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ വക്രത്തിൽ നിൽക്കുന്നതിൻ്റേതായ കുറച്ച് അനുഭവ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ കിട്ടിയാലും ആ സ്ഥാനം നേരത്തെ ഇരുന്ന സീറ്റിൽ നിന്ന് മാറേണ്ടി വരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ വീട് മാറി കുറച്ചുകൂടെ നല്ലൊരു വീട്ടിലോട്ട് താമസിക്കണം എന്ന് വിചാരിക്കുന്നവർക്കും യോഗമുണ്ട്. വീട് പണി പൂർത്തിയാക്കാനും ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ട് ജീവിതത്തിൽ. പൂർവിക സമ്പത്ത് ലഭിക്കാം, അല്ലെങ്കിൽ പൂർവിക സ്വത്ത് വിറ്റ് ധനലാഭം ഉണ്ടാക്കാം. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. സന്താന കാര്യത്തിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് ആ തടസ്സമൊന്ന് മാറാനും ഈ സമയത്ത് യോഗമുണ്ട്. അങ്ങനെ പൊതുവെ ബുദ്ധിപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിൽ പോലും ക്രയവിക്രയങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയവുമാണ്. പൂർണ്ണമായിട്ടും അനുയോജ്യമല്ല. ദുരിതങ്ങൾ കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ശനി പുറകോട്ട് വരുമ്പം വീണ്ടും ജന്മരാശിയിലേക്ക് വരുന്ന ഒരു ഫലം കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. രാശിനാഥനായതുകൊണ്ട് മാത്രമാണ്, അതും മൂലത്രികോണത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വലിയ മാരകദോഷങ്ങൾ ഇല്ലാതെ വരുന്നത്.
അപ്പോൾ ഈ പെട്ടെന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടായിരുന്നത് ഒന്ന് കുറയും, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാഹനം വാങ്ങിക്കാനോ വാഹനം മാറ്റി വാങ്ങിക്കാനോ ഒക്കെ സാധ്യതയുള്ള കാലമാണ്. പക്ഷേ വാഹന ഉപയോഗത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. പുതിയ വീട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ വീട് വാങ്ങിക്കുമ്പോൾ കൃത്യമായിട്ട് രേഖകൾ പരിശോധിച്ച ശേഷം, അതുപോലെ സാമ്പത്തിക ഇടപാട് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക. അത് ചെയ്തിട്ടേ വീട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങാവുള്ളൂ. ബിസിനസ് രംഗത്താണെങ്കിലും കൃത്യമായ രസീതുകളും രേഖകളും സർക്കാരിൽ നിന്നുള്ള പെർമിഷനുകളും ഒക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് സൂക്ഷിക്കണം. നമുക്ക് എന്തെല്ലാം ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ ഒരു ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊരു നോട്ടീസ് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ പൂർണ്ണമായിട്ടും അനുകൂലം എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. സന്താനങ്ങളുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നം ആവശ്യമായിട്ട് വരും, ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്താന ലബ്ധി ഉണ്ടാകുമെങ്കിലും അതിനുവേണ്ടി ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് എടുക്കേണ്ടി വരും. എങ്കിലും സാധ്യത ഉള്ളൊരു കാലമാണ്. രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് രോഗശമനം ഈ സമയത്ത് ഉണ്ടാകും, പക്ഷേ ചികിത്സ വേണ്ടിവരും. അമ്മയുടെ ആരോഗ്യനില പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്, എങ്കിലും അതിനു വേണ്ടിയിട്ട് ധനച്ചെലവ് വേണ്ടിവരും. അപ്പം 100% വ്യാഴം തരുന്ന പോലൊരു അനുഭവമല്ല ശനി എത്ര മാറിയാലും തരുന്നത്. എങ്കിലും കുറേ കാര്യങ്ങളിൽ അനുകൂലമായിട്ട് ഈ സമയത്ത് വരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ ധനച്ചെലവ് വർദ്ധിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും, പക്ഷേ അതിന് വേണ്ടിയിട്ട് അലച്ചിലുകളും ധനച്ചെലവും ഉണ്ടാകും. അപ്പോൾ വിനിയോഗത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ധനവിനിയോഗത്തിൽ ഒരു ശ്രദ്ധ വേണം. നമ്മൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം. വൗച്ചറുകളും രസീതുകളും ഒക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പ്രോമിസറി നോട്ടുകൾ, രേഖകൾ, സർക്കാരിൽ നിന്നുള്ള പെർമിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ അനുകൂലമായ ഈ സന്ദർഭം വ്യാപാരത്തിലും ജീവിതത്തിലും ജോലിയിലുമൊക്കെ പ്രയോജനപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാവുന്നത്. നേരത്തെ ഒരു തടസ്സമായിട്ട് നിന്നിരുന്ന ആ തടസ്സം ഒന്ന് മാറിയിട്ട് ലൈഫ് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങും. ലൈഫ് ആ സ്റ്റാഗ്നൻ്റ് സ്റ്റേജിൽ നിന്ന്, നിശ്ചലമായിട്ട് നിന്ന അവസ്ഥയിൽ നിന്നൊന്ന് മാറിയിട്ട് നമ്മൾ മൂവ് ഓൺ ആകും. നമ്മൾ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ അതാണ് മകരക്കൂറുകാർ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അവർ ശനി ഭഗവാന് വഴിപാട് ചെയ്യുക, ശാസ്താവിന് വഴിപാട് ചെയ്യുക. അവരുടെ രാശിനാഥൻ കൂടിയാണ് ശനി. അപ്പം ശനി ദേവന് നവഗ്രഹ ക്ഷേത്രത്തിൽ എള്ളുതിരി തെളിയിക്കുകയും നീലപ്പട്ട് സമർപ്പിക്കുകയും ചെയ്യുക. ശനിദേവന് ഹാരം, അർച്ചന തുടങ്ങിയവ ചെയ്യുക. ശനിദേവന് നീരാഞ്ജനം എന്നൊരു വഴിപാടുണ്ട്. ആ ശനിദേവനുള്ള നീരാഞ്ജനം കൂടെ ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ ശാസ്താവിനുള്ള വഴിപാടുകൾ ചെയ്യണം. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ശനിയാഴ്ച പോയിട്ട് എള്ളുതിരി തെളിയിക്കൽ, പിന്നെ നെയ്വിളക്ക് തെളിയിക്കൽ, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ എന്തെങ്കിലും പിതൃകർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ കർക്കിടകവാവിന് ചെയ്തു തീർക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ അനുഗ്രഹം കിട്ടാനായിട്ടും, അതുപോലെ പിതൃസ്വത്തൊക്കെ ബ്ലോക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മളിലോട്ട് എത്തിച്ചേരാനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, മഹാലക്ഷ്മിക്ക് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അർച്ചന നടത്തുക, നെയ്വിളക്ക് തെളിയിക്കുക, ഒരു വെളുത്ത പട്ട് സമർപ്പിക്കുക, ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നത് ഗുണകരമാണ്. തുളസിമാല സമർപ്പിച്ചാലും മതി. പിന്നെ രോഗാദി ദുരിതങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മഹാദേവന് ഒരുപാട് അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക. ഞാനെപ്പോഴും ചിലവ് കുറഞ്ഞ വഴിപാടാണ് ഇതിനകത്ത് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവുമാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രാശിയാധിപനാണ് ശനി. കുംഭം എന്ന് പറയുന്നത് ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ 12ാം ഭാവാധിപനുമാണ്. 12ാം ഭാവം ചെലവിൻ്റെ ഭാവമാണല്ലോ. അപ്പം അത് 12ാം ഭാവം എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടകരമായ ഒരു ഭാവമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം 12ാം ഭാവാധിപൻ
ആണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ജന്മക്കൂറിൻ്റെ അധിപനും ആ ഗ്രഹം ആയതുകൊണ്ടാണ് അവർക്ക് ഒരല്പം ഗുണം ഉണ്ടാകുന്നത്. സ്വന്തം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി ജന്മഭാവത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ്. ജന്മശനിയാണ്. ഒരു നക്ഷത്രം പുറകോട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ, ജന്മക്കൂറിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പക്ഷേ ആ ശനിയുടെ മാറ്റം ഒരല്പം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്തൊരു ഉണർവ് കിട്ടും, ശമ്പള വർധനവിന് സാധ്യതയുണ്ട്, സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, തടസ്സങ്ങളൊക്കെ മാറിത്തുടങ്ങും. നമ്മൾ തടസ്സമുണ്ടായിരുന്ന പല മേഖലകളിലും പുതിയ വഴികൾ തുറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതൊന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വഴി മാറുന്നത് നമ്മൾ ആ സമയത്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ ഈ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ശനി മാരകദോഷമൊന്നും ചെയ്യുകയില്ല, മൂലത്രികോണമായതുകൊണ്ട്. എങ്കിലും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവാധിപൻ കൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്പം ദോഷഫലങ്ങളും ഉള്ള സമയമാണ്. വക്രത്തിൽ വരുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു സ്മൂത്ത്നെസ് അനുഭവപ്പെടുന്നത്. ആ സമയത്ത് പരമാവധി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കും. പുതിയ വ്യാപാര കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അത് നമുക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അത് ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയുണ്ട്. കടങ്ങൾ വീട്ടിൽ തുടങ്ങാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും വീട്ടാൻ സാധിക്കുകയില്ല. ബന്ധുക്കളുമായിട്ട് പിണക്കമൊക്കെ മാറി സാമാന്യം നല്ല ബന്ധത്തിൽ പോകാൻ സാധിക്കും. ഒത്തിരി അടുപ്പമായില്ലെങ്കിലും നമുക്കൊരു പരിധിവരെ ആ പിണക്കം മാറിയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ പിതൃസ്വത്ത് മാതൃസ്വത്തൊക്കെ ലഭിക്കാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. അമിതമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ മകരക്കുറുകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ, അതായത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴോ വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴോ ഒക്കെ രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വൗച്ചറുകൾ രസീതുകളൊക്കെ കൃത്യമായിട്ട് വാങ്ങിക്കുക. ഏതൊരു പേയ്മെൻറ്റിനും പണം എവിടെ കൊടുത്താലും അതിന് കൃത്യമായ രസീത് ഉണ്ടായിരിക്കണം. ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫിസിക്കലി റെസീറ്റ് വാങ്ങിക്കുക. അതല്ല ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു റെക്കോർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും അത് കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചിലവ് വളരെയേറെ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ചിലവിനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കൊണ്ടുവരും. അതുകൊണ്ട് അവരെ മാത്രം ആശ്രയിക്കരുത്. നമ്മുടെ സ്വന്തമായ ഒരു അഭിപ്രായം എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അബദ്ധത്തിൽ ചാടും. അതായത് കൂടുതൽ പണം ചിലവഴിച്ചു പോകും. അപ്പോൾ ആ പണം അങ്ങനെ അമിതമായിട്ട് ചിലവഴിക്കാതിരിക്കുകയാണെങ്കിൽ കടം വീട്ടാനൊക്കെ അത് നമുക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുംഭക്കൂറുകാർ ശാസ്താവിനും ശനിദേവനും ഒരേപോലെ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണ്. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, പട്ട് സമർപ്പണമൊക്കെ ചെയ്യാം. പിടിപ്പണം സമർപ്പിക്കാം. ഒരു പിടി നാണയം എടുത്ത് സമർപ്പിക്കാം. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് നല്ലതാണ്. ശനി ഭഗവാന് നവഗ്രഹ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശനി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനി ഭഗവാന് നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാണ്. അതുപോലെ തന്നെ ശനി ഭഗവാന് നീലപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന, നീലപ്പൂക്കൾ കൊണ്ട് ഹാരം സമർപ്പിക്കുക, ഇതൊക്കെ ഗുണകരമാണ്. ചില ക്ഷേത്രത്തിൽ കറുത്ത പട്ടും സമർപ്പിക്കാറുണ്ട് ശനിദേവന്. കുറച്ചൊരു തമിഴ് കൾച്ചറുള്ള ക്ഷേത്രങ്ങളിൽ പലപ്പോഴും കറുത്ത പട്ടും സമർപ്പിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആചാരപ്രകാരമുള്ളത് ചെയ്യുക. ആ ക്ഷേത്രത്തിലെ ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യുക. പിന്നെ കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ യാത്രകളിൽ അസുഖമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക. വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക. ഭക്ഷണം മുഖേന വയറ്റിൽ അസുഖമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പൊതുവേ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. ചിലവുകൾ ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ചിലവുകളെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കൈ നിൽക്കാതെ അത് മുന്നോട്ട് പോകും. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മീനക്കൂറ് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് മീനം എന്ന് പറയുന്നത്. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്.
അപ്പോൾ അവർക്ക് 11ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ് ശനി. 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ ഭാവമാണ്. അതിൻ്റെ അധിപൻ എവിടെയാണ് നിൽക്കുന്നത്? 12ലാണ് സഞ്ചരിക്കുന്നത്. 12ാം ഭാവാധിപൻ 12ലാണ് സഞ്ചരിക്കുന്നത്. അതായത് ലാഭത്തിൻ്റെ ഭാവാധിപൻ ചെലവിൻ്റെ എവിടെയാണ്? ചെലവിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഏഴരശനിക്കാലമാണ്, ഏഴരശനിയുടെ തുടക്ക കാലഘട്ടമാണ്. അപ്പം വിചാരിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പക്ഷേ ചെലവ് വർദ്ധിക്കും. ആ ചെലവിനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ബിസിനസ് രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും ഒരു ചെറിയ തടസ്സം അനുഭവപ്പെട്ടേക്കാം. പക്ഷേ നഷ്ടത്തിലായ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് ഈ വക്ര അവസ്ഥയിൽ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളിലും സർക്കാരിൽ നിന്നൊക്കെ അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. സർക്കാരിൽ നിന്ന് രേഖകളൊക്കെ കിട്ടും. അതിന് 3-4 തവണ ശ്രമിച്ച് പല റെക്കമെൻഡേഷനൊക്കെ ചെയ്യിച്ച് കൃത്യമായിട്ടത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വേണ്ടി വരും. അതിലൊന്നും മടിച്ചു നിൽക്കരുത്. ഈ സമയത്ത് കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അത് നമ്മളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ശനിദശ മാറട്ടെ, ശനിദോഷം മാറട്ടെ, ഏഴരശനി മാറട്ടെ എന്നൊന്നും പറഞ്ഞ് വിചാരിച്ച കാലം നമ്മൾ പിടിക്കുന്നത് പോലെ നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്തും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശനി വക്രത്തിലാകുമ്പോൾ കുറേ ഭാഗങ്ങൾ അനുകൂലമായിട്ട് വരും. 2-3 തവണ ശ്രമിച്ചാലും കുഴപ്പമില്ല. കാര്യം സാധിച്ചു കിട്ടുമെങ്കിൽ അതാണ് മെച്ചം. പൊതുവേ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന സമയമാണ്. ചെറിയ തോതിലുള്ള അസുഖങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും. അത് മുഖേന ചെലവും ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊരു അല്പം മനപ്രയാസമൊക്കെ അനുഭവപ്പെട്ടേക്കാം. ബന്ധുക്കളുമായിട്ടൊക്കെ രമ്യതയിൽ പോകാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് മേലധികാരികളുടെ അഭിനന്ദനം, അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്ന് ഒരു ബഹുമാനം ഒക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മുടെ പേരുദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന കാലഘട്ടമാണ്. നമ്മൾ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളത്, അതിൽ നിന്നൊക്കെ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പല കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കും. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. മൂത്ത സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. നല്ലപോലെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ഉപകാരപ്പെടും. അതുകൊണ്ട് അവർ വെറുതെ കാണാപ്പാഠം പഠിച്ചു പോകരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അത് പിന്നീട് അവർക്ക് ഗുണകരമാകും. പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനുവേണ്ടി ചെലവും ഉണ്ടായേക്കാം. പക്ഷേ ആ രോഗങ്ങളൊക്കെ അതിജീവിക്കാനും ആരോഗ്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കുകയും ചെയ്യും. കടം വീട്ടി തുടങ്ങാനായിട്ട് സാധിക്കും. കുംഭക്കൂറുകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശത്രുദോഷം ഒരല്പം കുറയുന്നതാണ്. സന്താനങ്ങൾ നന്നായിട്ട് സന്താനങ്ങൾ അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം തോന്നുന്നതുമാണ്. പുതിയ മേഖലകളിൽ ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുള്ള ചില സഹായങ്ങളൊക്കെ ലഭിക്കും. അല്പസ്വല്പ എതിർപ്പുകളും നേരിടേണ്ടി വരും. പിതൃസ്വത്ത് അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം മുഖേന ചെലവുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റഫ് യൂസൊക്കെ കുറയ്ക്കുക. വാഹനത്തിന് വലിയ കേടുപാടുകൾ വരാത്ത രീതിയിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പണച്ചെലവ് ഉണ്ടായേക്കാം. 2 വീലർ ഉപയോഗിക്കുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ ചെയ്യുക. ഓടിക്കരുതെന്ന് പറയുന്നില്ല, നല്ല ശ്രദ്ധ പുലർത്തുക വണ്ടി ഓടിക്കുമ്പോൾ. ഇതാണ് നമുക്ക് മീനക്കൂറിൻ്റെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. മീനക്കൂറിൽ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ദോഷകരമല്ല. ഏഴരശനിയുടെ തുടക്കമാണ്. പക്ഷേ രാഹു ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ രാഹു കുറച്ച് ധനമൊക്കെ തരും. ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന രാഹു കുറുക്കു വഴികളിലൂടെ ധനം നൽകുന്ന ഗ്രഹാവസ്ഥയാണ്. പിന്നെ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണകരവുമല്ല. 3-ാം ഭാവം എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ആനുകൂല്യം നന്നായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമല്ല. അതേസമയത്ത് ജൂലൈ 12-ാം തീയതി ചൊവ്വ ഇടവത്തിലോട്ട് പോകുമ്പോൾ 3-ൽ ചൊവ്വ എന്ന് പറയുന്നത് ഗുണകരമായ അവസ്ഥയാണ്. ശത്രുശല്യമൊക്കെ കുറയും. ധനഭാവം കുറച്ച് പുഷ്ടിപ്പെടും. അങ്ങനെയുള്ള ചില ഗുണങ്ങളും ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്.
അപ്പം ഒരു 4-5 മാസം ശനി വക്രത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പലതവണ ബുധശുക്ര യോഗങ്ങളുമൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ചില മാസങ്ങൾ ധനപരമായിട്ട് അനുകൂലമായിട്ട് വരും. അതുപോലെ സൂര്യനുമായിട്ട് ബുധാദിത്യ യോഗവും ശുക്ര സൂര്യ യോഗമൊക്കെ, അതായത് ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഒക്കെ ഇതിനിടയ്ക്ക് സംഭവിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് ഗുണകരമായ ഫലങ്ങളുണ്ടാകും. പൂർണ്ണമായിട്ടും ശനി വക്രകാലം നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല. ചെലവിൻ്റെ കാര്യത്തിലും അതുപോലെ അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കേണ്ട കാര്യത്തിലുമൊക്കെ അവരുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകൾ വന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ മറ്റു പലരും അവരുടെ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് പ്രതിരോധിക്കേണ്ടതാണ്. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടേതാണ്, നമ്മളത് ആസ്വദിക്കുക, നമ്മുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തിപ്പോവാം എന്ന് വിചാരിച്ച് എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങിപ്പോയാൽ നമുക്കൊരു സെൽഫ് എസ്റ്റീം ഇല്ലാതെ വരും. സ്വയം നമ്മളെപ്പറ്റിയുള്ളൊരു മതിപ്പുണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ തീരുമാനമെടുത്ത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തി അതങ്ങ് നടപ്പാക്കുക. അത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ്. ശനിക്കും നീരാഞ്ജനം ചെയ്യാം, ശാസ്താവിനും നീരാജനം ചെയ്യാം. നീരാഞ്ജനം നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും നീരാജനമാണ് ശരി. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് തന്നെ വെണ്ണ നിവേദ്യം സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ധനപരമായ കാര്യങ്ങൾക്കും അത് ഗുണകരമാണ്. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ കറുപ്പ് ഷെയ്ഡുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നാണ് പറയുന്നത്. അത് നല്ലൊരു പരിധിവരെ അനുഗ്രഹദായകമാണ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പല കാര്യങ്ങൾക്കും പോകുമ്പോൾ നമുക്ക് അനുകൂലമായ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കാര്യം സാധിച്ചു കിട്ടാൻ ഗുണകരമാകുമെന്നാണ് പറയുന്നത്. പിന്നെ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക പോലുള്ള വഴിപാടുകൾ, അന്നദാനങ്ങൾ, നമ്മുടെ മതപരമായ ചടങ്ങുകളിൽ അന്നദാനത്തിന് സഹകരിക്കുക, കാണിക്കയായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പണം സമർപ്പിക്കുക ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ. കുടുംബദേവതയ്ക്ക് കൂടെ ഒരു വഴിപാട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. ജോലി കിട്ടാനും അതുപോലെ പുതിയ വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പായിട്ടുമൊക്കെ കുടുംബദേവതയ്ക്ക് ഒരർച്ചനയെങ്കിലും നടത്തിയിട്ട് പോകുന്നത് ഏറ്റവും ഗുണകരമാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ജോലിക്ക് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർ ഒക്കെ കുടുംബദേവതയ്ക്കൂടെ ഒരു പ്രാർത്ഥന. ഇനി ഹിന്ദുക്കളല്ലാത്ത മറ്റു മതക്കാരാണെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളുണ്ടല്ലോ, അവർ പരമ്പരയായിട്ട് പോകുന്ന ആരാധനാലയങ്ങൾ, അവിടെ എന്തെങ്കിലും ഒരു സമർപ്പണം ചെയ്യുക. കുറച്ച് നാണയങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ സമർപ്പിക്കുന്നൊരു സ്ഥലമാണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ അവിടുത്തെ അന്നദാനം പോലുള്ള നല്ല കാര്യങ്ങൾക്ക് സഹകരിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക. ഇതൊക്കെ ഈ ശനിദോഷം മാറാനായിട്ട് ഗുണകരമാണ്. പ്രത്യേകിച്ച് ശനിയുടെ വക്രാവസ്ഥയുള്ളപ്പം ദോഷം ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടാണത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാണ് മകരക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് എന്നീ കൂറുകളിൽപ്പെട്ട വിവിധ നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെ വക്രകാലത്ത് അനുഭവപ്പെടുന്ന ഫലം. അപ്പോൾ ഏതാണ്ട് 139 ദിവസത്തോളം ശനി വക്രത്തിൽ സഞ്ചരിക്കും. ഒരു നക്ഷത്രം പുറകോട്ട് വന്നിട്ട് പിന്നെ അത് മുന്നോട്ട് സഞ്ചരിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു കാലം നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്ന അവസരങ്ങൾ തിരിച്ചറിയാനും അത് പരമാവധി പ്രയോജനപ്പെടുത്താനുമൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കുമൊക്കെ ജീവിത പങ്കാളികൾക്കുമൊക്കെ ഗുണകരമായ അവസ്ഥയുണ്ടാകട്ടെ, കുടുംബത്തിൽ സന്തോഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.